ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അന്ന് ഞാൻ വീണ്ടും ഒരു മേക്കപ്പ് ലുക്കുമായിട്ട് വന്നിരിക്കുക കേട്ടോ. എനിക്കറിയാം നമ്മൾ ഈ ഇടയാണ് കുറച്ച് മേക്കപ്പ് ലുക്കിന് വേണ്ടിയിട്ടാണ് കൂടുതലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതും കൂടെ ഉള്ളു കേട്ടോ. പിന്നെ നമ്മളിപ്പം ക്രിസ്മസ് ക്രാഫ്റ്റിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഞാൻ മേക്കപ്പ് ലുക്കിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. ഇന്നത്തെ പക്ഷേ വീഡിയോ ഞാൻ കുറേ നാൾ കൊണ്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ കേട്ടോ ഇത്. നമ്മളും ചെയ്യാൻ പോകുന്നത് എൻഗേജ്മെൻറ്റ് മേക്കപ്പ് ലുക്ക് കേട്ടോ. നമ്മൾ തന്നെ എൻഗേജ്മെൻറ്റ് നമുക്ക് സ്വന്തമായിട്ട് ഒരുങ്ങാൻ പറ്റുന്ന രീതിയിൽ സിമ്പിളായിട്ടൊരു ലുക്കായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതായിട്ട് ഈ ഒരു മേക്കപ്പ് ലുക്ക്. അതേപോലെ തന്നെ ഈ ലുക്കിൽ നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ ഉപയോഗിക്കാതെയാണ് ഈ ഒരു മേക്കപ്പ് ലുക്ക് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതേപോലെ ഈ ഒരു മേക്കപ്പ് നമുക്ക് ഒരുപാട് നേരം ലാസ്റ്റ് ചെയ്യും. നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഒടിച്ച് പോകുക അങ്ങനെയൊന്നും പേടിയൊന്നും വേണ്ട. ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന മേക്കപ്പ് ലുക്കും കൂടെയാണ്. നമുക്ക് കുറേ പേർക്കൊന്നും ഈ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ താല്പര്യം കാണത്തില്ല. ഫൗണ്ടേഷൻ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് സുന്ദരിയായിട്ട് നമുക്ക് ഒരുങ്ങാനായിട്ട് കാണിച്ചു തരാൻ പോകുന്നത്. അത് നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൻ കാണും കേട്ടോ. അതും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് നേരം കാണാൻ പറ്റും. ആദ്യം തന്നെ ഞാൻ ഫേസിലോട്ട് മോയ്സ്ചറൈസർ സൺസ്ക്രീം ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്ന ഏതാ അത് അങ്ങനത്തെ മോയ്സ്ചറൈസർ നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ് മോയ്സ്ചറൈസർ ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കണമെന്നൊക്കെ ഉള്ളത്. ഞാൻ എൻ്റെ ഹെയർ ചെറുതായി സ്ട്രൈറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സ്ട്രൈറ്റിന് അയൺ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ചെറുതായിട്ട്. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇതിൽ ഒരുങ്ങി കഴിഞ്ഞിട്ടാണ് അയൺ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയില്ല. കാരണം എനിക്ക് ഒരുങ്ങി കഴിഞ്ഞിട്ട് ഫുൾ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യുവാണെങ്കിൽ എൻ്റെ നെറ്റിയുടെ മൊത്തം പിമ്പിൾസ് വരും കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ അയൺ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് മുടി ഞാൻ ചെയ്തു, ഫ്രണ്ടിലത്തെ മുടിയാണ് ചെയ്തു, ബാക്കിലോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ ചേച്ചി ചെയ്ത് തരാമെന്നാണ് ചേച്ചി കൊണ്ട് ബാക്കി ചെയ്യിപ്പിക്കുക കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ, കാരണം മഴ വരുന്നുണ്ട് നല്ല രീതിയിൽ. അതിൻ്റെ മുമ്പ് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ വെട്ടം മൊത്തം പോകും. അതുപോലെ ഫോട്ടോ എടുക്കാനും പറ്റില്ല. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് വേറൊരു വീഡിയോ ഷൂട്ട് ചെയ്യാനും കൂടെ ഉണ്ട് കേട്ടോ. അന്നേരം ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചെയ്യുമായിരുന്നു കാര്യങ്ങളൊക്കെ. അത് ഒരുവിധം ഹെയറിൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് മ്യൂസിക് ഫ്ലവറിൻ്റെ ഐബ്രോ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. അതൊരു ഐബ്രോസ് അതിൻ്റെ ഡാർക്കായിട്ട് അതിന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ബ്രൗൺ ഷെയ്ഡായിട്ട് എടുത്തിരിക്കുന്നത്. ശാലോനെ ഡാർക്കായിട്ട് തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻഗേജ്മെൻറ്റ് ലുക്കല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി ഡാർക്കായിട്ട് ഇരിക്കണമെന്ന് വിചാരിച്ചു. നമുക്ക് ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയാണ് തോളം. അന്നേരം മൊത്തത്തിൽ ഫുൾ വരുമ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരിക്കും ഡാർക്കായിട്ടൊക്കെ ഐബ്രോസൊക്കെ ഇരിക്കുകയാണെങ്കിൽ. ഞാൻ ഒരു സൈഡ് മൊത്തം അങ്ങനെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സൈഡ് അത് വരച്ചിട്ട് വരാം കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ സിസ് ബ്യൂട്ടിയുടെ കൺസീലറായിട്ട് എടുത്തിട്ടുണ്ട്. ഷെയ്ഡ് നമ്പർ 1 ആട്ടോ. അതൊരു ഫ്ലാറ്റ് ബ്രഷും കൂടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ കൺസീലർ എടുത്തിട്ട് ഐബ്രോസിൻ്റെ താഴെ മേളാട് വെച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ കുറച്ച് ഒരു ഷേപ്പ് കിട്ടും നമ്മൾ ഐബ്രോസിന്. നല്ല കുറച്ച് ഷേപ്പിന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. ഇതേപോലെ ഞാൻ ഫസ്റ്റ് ടൈം അവിടെ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം നമുക്കല്ല നോർമലി കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഐബ്രോസൊക്കെ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ല എടുത്ത് ഫോട്ടോയിലൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ ഐബ്രോസ്. ഇവിടെ ഇത് വരച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിവിടെ കളർ കറക്റ്ററൊന്നും യൂസ് ചെയ്യുന്നില്ല. എനിക്ക് പിന്നെ വലിയതായിട്ട് ഡാർക്ക്നെസ് ഉള്ളതായിട്ട് തോന്നിയില്ല കേട്ടോ. ഈ വട്ടം ഫേസിൽ ഒരുപാടുള്ളത് പോലെ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ആ ഒരു കാര്യം ഞാൻ സ്കിപ്പ് ചെയ്യുവാണ്. ഇനി എപ്പോഴും നിങ്ങൾ മേക്കപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഇതേപോലെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതാട്ടോ. കാരണം നമുക്ക് നല്ല രീതിയിലൊരു ഷേപ്പ് കിട്ടും ഐബ്രോസിന്. അതിന് കണ്ണിൻ്റെ മേളിലും അതേ കൺസീലർ തന്നെ യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ണിൻ്റെ മേളിൽ കുറച്ച് ഡാർക്ക്നെസ് ഓൾറെഡി ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഒരു കൺസീലർ മതി കേട്ടോ. എനിക്ക് എൻ്റെ കറക്റ്റ് ഷെയ്ഡാണിത്. അന്നേരം ഇത് വെച്ച് തന്നെ എൻ്റെ ഫേസിലുള്ള മിക്ക ഡാർക്ക്നെസ്സും കാര്യങ്ങളും മൊത്തം ഒന്ന് കവർ ചെയ്തോ. ഈ കൺസീലർ തന്നെ കവർ ചെയ്തോളാം. ആ പണിയും ചെയ്തോളാം. വേറെ കളർ കൾട്ടറും കാര്യങ്ങളും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് എടുക്കാൻ ആ ഒരു കാര്യം സ്കിപ്പ് ചെയ്തത്. ഇത് മാത്രം മതി കേട്ടോ എനിക്ക്. അത് വെച്ച് വിരൽ വെച്ച് വെച്ചൊന്ന് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മൊത്തം. ഇതേപോലെ നമുക്ക് അടുത്ത കണ്ണിൽ ഇതേപോലെ ചെയ്യണം കേട്ടോ. ഈ ചെയ്ത പോലെ തന്നെ അടുത്ത കണ്ണിൽ ചെയ്യുന്നത് അതും കാണിക്കുന്നില്ല. കാരണം രണ്ടും കൂടെ കഴിയുമ്പോൾ ഒരുപാട് ലെന്ത് ആവും വീഡിയോയ്ക്ക് കേട്ടോ. അതിനുശേഷം ഞാൻ എൻ്റെ മൂക്കൊന്ന് നിങ്ങൾക്ക് എൻ്റെ മൂക്ക് കണ്ടറിയാലോ, കുറച്ച് വലിയ മൂക്കാണ് എൻ്റേത്. അത് ഈ മൂക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കി കൊടുക്കണം. അതുകൊണ്ട് ഞാൻ കൺസീലർ ഇടുമ്പോൾ നമ്മൾ കണ്ണിൻ്റെ താഴെ കൺസീലർ ഇടുമ്പോൾ മൂക്കിൻ്റെ അവിടുന്ന് ഇട്ട് തുടങ്ങുക കേട്ടോ. ഉണ്ടോ, മൂക്കിൻ്റെ അവിടുന്ന് ഇങ്ങനെ ഇട്ടിട്ടാണ് തുടങ്ങുന്നത്. കുറച്ച് മേളിൽ നിന്നായിട്ട് നമ്മൾ കുറച്ചും കൂടി മൂക്ക് ഇങ്ങനെ ഒതുങ്ങിയിരിക്കും. പക്ഷേ വീഡിയോയ്ക്കകത്ത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. നേരിട്ട് കാണുമ്പോൾ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മൂക്കിൻ്റെ കുറച്ച് വലിയ മൂക്കാണ് എൻ്റേത്. അതുകൊണ്ട് കോണ്ടൂർ ഒന്നും ചെയ്യാൻ ഞാൻ കോണ്ടൂർ ചെയ്യാൻ ശരിയാവത്തില്ല കേട്ടോ. അത്ര ഇതായിട്ട് മൂക്കിൽ ഒതുങ്ങത്തില്ല. പക്ഷെ നല്ല നല്ല ആൾക്കാർ കോണ്ടൂർ ചെയ്യുവാണെങ്കിൽ പറ്റുമായിരിക്കും. ഞാൻ കോണ്ടൂർ ചെയ്തിട്ട് ഇതുവരെ മൂക്കൊന്നും ഒതുങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. അത് ഞാൻ വലിയതായിട്ട് ആ കാര്യമൊന്നും ചെയ്യാറില്ല. മെയിനായിട്ട് ഞാൻ കോണ്ടൂർ ചെയ്യുന്നതിൽ മൂക്ക് ഒതുങ്ങത്തില്ല. അതാണ്. പിന്നെ ഇത് ഞാൻ ഇംഗ്ലീഷ് ചാനലിൽ കണ്ടതാട്ടോ. അവരിങ്ങനെ അവരെ മൂക്കിനെ ഒതുക്കുന്ന കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഒതുക്കുന്ന കണ്ടനുസരിച്ച് ചെയ്ത് നോക്കിയതാണ്. ചെറിയ രീതിയിലൊന്നും ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. മൂക്ക് ഒരുപാടൊന്നും ഇല്ല, ചെറിയ രീതിയിലൊന്നും ഒതുങ്ങിയിട്ടുണ്ട്.
അതിനുശേഷം ഞാൻ നമ്മളെ ചുണ്ടിൻ്റെ താഴെ അവിടെ മൊത്തം ഇങ്ങനെ താഴെ അവിടെയൊക്കെ ഉണ്ട് കൺസിലർ ഇട്ട് കൊടുക്കുക കേട്ടോ. ഫേസിൻ്റെ ഇങ്ങനെ കറുത്ത കറുത്ത പാടൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ ഒന്ന് കൺസിലർ ഇട്ട് ഹൈഡ് ചെയ്യുക കേട്ടോ. കൺസിലർ ഇട്ടുകൊണ്ട് അതൊരു സ്പഞ്ച് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അന്നേരം ആ സ്പഞ്ച് തന്നെയായിട്ട് നമ്മൾ ഫുൾ ഫേസ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അത് വെച്ച് തന്നെ അതിനകത്തുള്ള ബാക്കി ഒരു ഇതുണ്ടല്ലോ അത് വെച്ച് തന്നെ ഫേസ് കംപ്ലീറ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്കിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തുള്ള ബാക്കിയുള്ള ഇത് തന്നെ നമ്മൾ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യുന്നില്ലല്ലോ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഫേസിൽ ഒരു ഫുൾ നമ്മളൊരു ഫൗണ്ടേഷൻ ഇട്ട ലുക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഫുൾ കവറേജ് ഉണ്ട് ഇപ്പോൾ തന്നെ ഫേസിൽ. ഒരു ഫൗണ്ടേഷൻ ഇട്ട ലുക്ക് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അന്നേരം നമുക്ക് ഇതിനകത്തോട്ട് കോമ്പാക്ട് പൗഡർ വെച്ചൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ കൺസീലർ ഇട്ട് അതിന് കണ്ണിൻ്റെ താഴെ അതേപോലെ തന്നെ ആ താടിയുടെ അവിടെയും ചുണ്ടിൻ്റെ ചുറ്റിനും അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് കൺസീലർ ഇട്ട് നമ്മൾ കൊടുത്തില്ല, അവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എന്താ സെറ്റിംഗ് പൗഡർ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടത് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒലിച്ചു പോകത്തില്ലേ, അതുകൊണ്ട് ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂസ് പൗഡർ ഇല്ലേ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ എടുത്താൽ നോർമൽ പൗഡർ, ആ പൗഡർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണിന് താഴെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് എന്താ പറയുക ഐ ഷാഡോ ഒക്കെ ഇടുവാണെങ്കിൽ ജസ്റ്റ് അതൊന്ന് നമ്മൾ ഫേസ് വേറെ ഇത് വരാതിരിക്കാൻ വേണ്ടി കേട്ടോ. ഇതിനകത്ത് തന്നെ വന്ന് വീണുകൾ ആ പൊടിയും ആ ഗ്ലിറ്ററിൻ്റെ ഇതൊക്കെ ഒന്ന് വരുമല്ലോ, അത് നമുക്ക് തുടച്ചളഞ്ഞാൽ മാത്രം മതി. എന്നിട്ട് ബേസ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോകാം കേട്ടോ. ഐ മേക്കപ്പിലോട്ട് കിടക്കാം. നമ്മൾ ഒരു പിങ്ക് ഐ ഷാഡോയും അതേപോലെ തന്നെ ഒരു ബ്രൗൺ കളറും കൂടെ ആണ് എടുക്കുന്നത്. രണ്ടും കൂടെ ആണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നത്. അതിന് ക്രീസിലൊന്ന് ആദ്യമേ ലൈറ്റ് പിങ്ക് കളർ എടുത്തിട്ട് ക്രീസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലൂടെ തന്നെ ഒരു ബ്രൗൺ കളറും കൂടെ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ ഇത് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. ജസ്റ്റ് എൻ്റെ ആ ബ്ലൗസിൻ്റെ കളറാട്ടോ എടുക്കുന്നത്. ആ കളർ കിട്ടാൻ വേണ്ടി ഞാൻ അങ്ങനെ നോക്കുന്നത്. എൻ്റെ കറക്റ്റ് ആ കളർ ഇല്ല, അതുകൊണ്ട് തന്നെ ലൈറ്റ് പിങ്ക് കളർ ഐ ഷാഡോയും അതേപോലെ തന്നെ ഒരു ഡാർക്ക് കളറും കൂടെ എടുത്തിട്ടാട്ടോ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏകദേശം എനിക്ക് ആ ഒരു കളർ കിട്ടിയായിരുന്നു കേട്ടോ. അന്നേരം നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് നമ്മൾ ആ കണ്ണ് തുറക്കുമ്പോൾ ഒരു റാ പോലെ ഇല്ലേ, അത് കഴിഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. അതിനുശേഷം ഒരു ഗോൾഡൻ കളറിൻ്റെ ഗ്ലിറ്റർ ഷെയ്ഡ് എടുത്തിട്ട് ഒരു നല്ലൊരു ഗോൾഡാട്ടോ ഇത്. ആ ഗോൾഡൻ കളർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരുപാടൊന്നും ഇല്ല, കുറച്ച് ഇട്ട് കൊടുക്കാണ്ട് ഇതേപോലെ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നില്ല, നമ്മളെ കൃഷ്ണമണിയുടെ അവിടം വരെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമല്ലോ അത്. ഇത് നമുക്ക് അടുത്ത കണ്ണിലും ചെയ്യണം കേട്ടോ. ഇതേപോലെ തന്നെ ഇനിയിപ്പോൾ ഈ കണ്ണ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്ത കണ്ണോട് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം പറഞ്ഞാൽ ഒരു കണ്ണിൽ ചെയ്യുന്ന മൊത്തം കാണിക്കുന്നുള്ളൂ. അവിടെ രണ്ടും കൂടെ കാണിച്ചാൽ ഭയങ്കരമായിട്ട് പറഞ്ഞില്ലേ വീഡിയോയിൽ എന്തായി പോവും, നിങ്ങൾക്കും ബോറടിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മറ്റേ നമ്മൾ നേരത്തെ വെച്ചില്ലേ ആ ഒരു പൗഡർ, ആ പൗഡറൊക്കെ ഒന്ന് തുടച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. കണ്ണ് മേളിൽ എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഐലൈനർ എടുത്തിട്ട് ഇതേപോലെ ഒരു ബ്രഷ് എടുത്തിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഇതേപോലെ ഒന്ന് കോൺ പോലെ കണ്ണിൻ്റെ ആ ഒരു അറ്റത്താട്ടില്ലേ അവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ണിന് കുറച്ചും കൂടി വലിപ്പം തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നത്. കുറച്ചും കൂടി വലിയ കണ്ണായിട്ട് തോന്നിക്കും നമുക്ക്. അത് വെച്ചാൽ ഇങ്ങനെ വരച്ച് കൊടുക്കും. നമ്മൾ നോർമലി അവളെ ഇത് വെച്ച് വരയ്ക്കാതെ ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ ആ ബ്രഷ് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുക്കാം കേട്ടോ. ഐലൈനർ ജെൽ ഐലൈനർ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലതായിട്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ തീർന്നു പോയി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല നമ്മൾ സാധാരണ നോർമൽ ഐലൈനർ വെച്ച് ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ അത് വെച്ച് വരച്ചാൽ എനിക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടത്തില്ല ഇവിടെ കണ്ടിട്ട്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നത്. ഞാൻ ഒരുപാടങ്ങ് കോണാക്കുന്നില്ല കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ ഒരുപാടിങ്ങനെ കോൺ പോലെ അവിടെ വരച്ചത് അത് ഭയങ്കര വൃത്തികേടായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് അല്ല ജസ്റ്റ് ചെറുതായിട്ടൊരിത് അവിടെ ഇങ്ങനെ രണ്ട് ഇതും കൊണ്ട് മുട്ടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല, ഞാൻ പറഞ്ഞു കുളമാക്കണ്ടല്ലോ അത്. അതേപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ കണ്ണിൽ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വാലിട്ട് അങ്ങനെയൊന്നും എഴുതുന്നില്ല കേട്ടോ. എനിക്കങ്ങനെ എഴുതുമ്പോൾ എനിക്കത്രയും ഇതാകത്തില്ല കേട്ടോ. കണ്ടോ നമ്മൾ കണ്ണ് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കണ്ണ് താഴെ എഴുതി കൊടുക്കുക കേട്ടോ. വാട്ടർ ലൈനിൻ്റെ താഴെയായിട്ടും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട്. താഴെയായിട്ടും കൂടെ എഴുതി കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടി വലിപ്പം തോന്നിക്കത്തുള്ളൂ. എൻ്റെ എഴുതി വലിപ്പം തോന്നിക്കത്തുള്ളൂ കണ്ണിൽ. അന്നേരം നിങ്ങളിപ്പോൾ ചെറിയ കണ്ണാക്കിയാണെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ഭംഗിയാണ്, കുറച്ചും കൂടി നല്ല വലുതായിട്ട് വലിപ്പം തോന്നി കണ്ണിന്. അതേപോലെ അടുത്ത കണ്ണ് വരച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഫേക്ക് ഐലാഷസൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഐലാഷസ് വെച്ച് കൊടുക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഞാൻ മസ്കാര ഇട്ട് കൊടുക്കാൻ പോകാം കേട്ടോ. മസ്കാര ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേളി ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ പീലി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേളി ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് മസ്കാര ഇട്ട് കൊടുക്കുന്നത്. മസ്കാരയ്ക്കാണ് എടുത്തിരിക്കുന്നത് മേബിലിൻ കൊളോസലിൻ്റെ മസ്കാര ആയിട്ട് എടുത്തിരിക്കുന്നത്. അത് വെച്ച് മസ്കാര ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ കേട്ടോ. നമ്മൾ പീലി വെച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഞാൻ ഇത്രയും തിക്കായിട്ടുള്ള ഫേക്ക് ഐലാഷസ് ആണ് എടുത്തിരിക്കുന്നത്. നമുക്ക് നമ്മൾ എൻഗേജ്മെൻ്റ് ഒക്കെ ഇല്ലേ, അന്നേരം കുറച്ചും കൂടി ഒന്ന് നല്ലൊരു കണ്ണ് തോന്നാൻ വേണ്ടി കേട്ടോ അത് അങ്ങനത്തെ എടുത്തിരിക്കുന്നത്. അത് വെക്കുന്നതിന് മുമ്പ് കുറച്ച് ഞാൻ കോണ്ടൂർ ചെയ്ത് കൊടുക്കുക കേട്ടോ ആദ്യമേ. അന്നേരം നമ്മൾ ചിന്നിൻ്റെ അവിടെയും അതേപോലെ താടിയും മൂക്ക് ചെറുതായിട്ടൊന്ന് കോണ്ടൂർ ചെയ്യാൻ നോക്കുന്നുണ്ട്. ചീറ്റിപ്പോയി കേട്ടോ.
നിങ്ങൾക്ക് കാണും മനസ്സിലാവും ഇനി. താടിയൊക്കെ കുറച്ച് ഇങ്ങനെ ഡബിൾ ചിന്നൊക്കെ ഉണ്ട്, ചെറുതായിട്ട് ഡബിൾ ചിന്നൊക്കെ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് മാറ്റാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് താടിയുടെ അവിടെയൊക്കെ കോണ്ടൂർ ചെയ്ത് നെറ്റിലും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ മൂക്ക് പിന്നെ നമുക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ലാത്തതുകൊണ്ട് നമ്മൾ ആ ഏരിയയിലോട്ട് അധികം പോകണ്ടല്ലോ. ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വേറൊരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ വീഡിയോ കുറച്ച് സ്പീഡാക്കിയാണ് ഇട്ടിരിക്കുന്നത്, കാരണം ഒരുപാട് ലെന്തായിരുന്നു വീഡിയോയ്ക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ബോറടിക്കും അത്രയും ലെന്തിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അവിടെ കുറച്ച് സ്പീഡാക്കിയാണ് വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ. അതിന് പിന്നെ ബോറടിച്ചൊന്നും പറയലും ഭയങ്കര ലോങ് ആയി പോയി, ലെന്തായി പോയി എന്നൊക്കെ. അതിനുശേഷം ഐലാഷസ് വെച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ കണ്ടിട്ട് എനിക്ക് അത് വെച്ചപ്പോൾ കണ്ണ് കണ്ടുകൂടായിരുന്നു കേട്ടോ. എന്തൊക്കെ തട്ടുന്നില്ല, കണ്ണ് തുറക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റുന്ന ആ ഒരു രീതിയായിരുന്നു. കുറച്ച് നേരം ശരിയായി കേട്ടോ. അത് ഞാൻ ആദ്യമായിട്ട് ഇത്ര ഇതായിട്ടുള്ള വെക്കുന്നത്, അതുകൊണ്ടായിരിക്കും. അതിനുശേഷം ലിപ്സ്റ്റിക്ക് തന്നെ കേട്ടോ എടുത്തിരിക്കുന്നത്. ഒരു എലൈറ്റിൻ്റെ ലിപ്സ്റ്റിക്ക്, പിങ്ക് കളർ എടുത്തിട്ടാണ് ഞാൻ ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിൽ ബ്ലഷൊന്നും ഇല്ല കേട്ടോ. ഞാൻ വലിയ ബ്ലഷ് അഡിക്റ്റൊന്നും അല്ല. എനിക്കങ്ങനെ എപ്പോഴും ബ്ലഷ് ഇടണം അങ്ങനെയൊന്നുമില്ല. ഞാൻ അങ്ങനെ ബ്ലഷൊന്നും എൻ്റെ കയ്യിൽ ഇല്ല. അങ്ങനെ ലിപ്സ്റ്റിക്ക് തന്നെ കേട്ടോ എനിക്ക് എപ്പോഴും തോന്നുവാണെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു പിങ്ക് കളർ കേട്ടോ. അത് അടുത്ത ദിവസം ബ്ലഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, രണ്ട് സൈഡിൽ നിന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കളറ്. എനിക്ക് ഐലാഷസ് വെച്ചിട്ട് എങ്ങനെയാണെന്ന് പറയണേ. എനിക്ക് ഫസ്റ്റ് വെച്ച് കണ്ടപ്പോൾ ഒരുമാതിരി തോന്നി കേട്ടോ. ഇത്രയും ഇതായിട്ടുള്ള തിക്കായിട്ടുള്ള ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഭയങ്കര ഇതായിട്ട് തോന്നി. പിന്നെ സെറ്റായി, കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിന് സിസ് ബ്യൂട്ടിൽ ഹൈലൈറ്റർ ആട്ടോ എടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ എന്താ പറയുക, പുരുവത്തിൻ്റെ താഴെയും അതേപോലെ തന്നെ കവിളും മൂക്ക് ചെറുതായിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഹൈലൈറ്റ് ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. എൻ്റെ മുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. എൻ്റെ മുക്ക് ചെയ്തില്ലെങ്കിലും നല്ല രീതിയിൽ മുക്ക് എടുത്ത് നിൽക്കുന്നുണ്ട്, ചെയ്യേണ്ട ആവശ്യമില്ല. നെറ്റിയിലും അതേപോലെ താടിയിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്, ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ കണ്ണിൻ്റെ ആ ഒരു മൂലയില്ലേ കുട്ടി, നമ്മളെ കോൺപുര അവിടെ വെച്ചാണ് നമ്മളെ മൂക്കിൻ്റെയും കണ്ണിൻ്റെയും നടുക്കായിട്ട് അവിടെ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫുള്ളി ലുക്കൊന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പം എടുത്തിരിക്കുന്നത് ഷുഗറിൻ്റെ ഒരു ലിപ്സ്റ്റിക്ക് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ ഷെയ്ഡ് നമ്പർ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഒരു കുട്ടി മിനി പാക്ക് കേട്ടോ. ഇത് ഒരു പിങ്ക് ഷെയ്ഡാണ്, നല്ലൊരു ഷെയ്ഡാട്ടോ ഇത്. പക്ഷേ ഇത് ഇട്ടിട്ട് എനിക്കെന്തോ ഒരുമാതിരി തോന്നി കേട്ടോ. അന്നേരം അത് വാഷ് ഔട്ട് ആവുന്നതുകൊണ്ട് തോന്നിയോണ്ട് ഞാൻ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇട്ടടുത്ത ഷെയ്ഡ് എന്ന് വെച്ചാൽ ഇൻസൈറ്റിൻ്റെ ലിപ്സ്റ്റിക്ക് ഷെയ്ഡ് നമ്പർ 3 ആട്ടോ. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് നല്ലൊരു ഷെയ്ഡാട്ടോ, നല്ല ഡാർക്ക് കളറാണ്. അതാട്ടോ ഇട്ട് കൊടുത്തിരുന്നത്. ഇതെനിക്ക് ഒട്ടും ഇതാവുന്നില്ലായിരുന്നു. എൻ്റെ ചേച്ചിക്ക് പറഞ്ഞ് വാഷ് ഔട്ട് ആവുന്ന മാറ്റിക്കോളാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് മാറ്റിയത്. അതിന് കുട്ടിയൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നത്, പച്ച കളർ പൊട്ടാട്ടോ വെച്ച് കൊടുക്കുന്നത്. ഞാൻ സാരി എൻ്റെ പച്ചയാണ്, അന്നേരം ചേരാൻ വേണ്ടിയിട്ടാട്ടോ കോൺട്രാസ്റ്റ് ആയിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതിനുശേഷം ഹെയർ സ്റ്റൈലാട്ടോ ചെയ്യുന്നത്. ഹെയർ സ്റ്റൈൽ ഇതൊന്നും അല്ല, ഞാൻ പിന്നീട് മാറ്റി കെട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമേ മുടിയെ അഴിച്ചിടാന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ എല്ലാവരും അഴിച്ചിടുന്നത് അങ്ങനെ വിചാരിച്ചത്. പിന്നെ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഉണ്ടോ, നമുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നൊക്കെ പറയാം കേട്ടോ. നമുക്ക് മാല ഇട്ടുണ്ട്. ഈ മാലയും കമ്മലൊക്കെ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് മുമ്പത്തെ നമ്മളെ ജ്വല്ലറി ഹോൾ വീഡിയോക്കകത്ത്. കണ്ടിട്ടില്ലാതെ കണ്ടു നോക്കാം കേട്ടോ. ആ ഒരു വീഡിയോ അതിനകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മാലയും. സാരി ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ കോമ്പിനേഷൻ സാരിയാണ്. ഫുൾ സൈസ് ഫോട്ടോ ഞാൻ കാണിച്ചത്. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫോട്ടോ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ ഇതിനോട് തന്നെ. സാരി പിന്നെ ഞാൻ വലത്തോട്ടല്ല കൊടുത്തിരുന്നത്, ഇടത്തോട്ട് തന്നെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ ഫ്രണ്ട് ക്യാമറയിലായിരുന്നു ഈ വീഡിയോ എടുത്തിരുന്നത്. അന്നേരം അങ്ങനെ പറ്റിയൊരു അബദ്ധം കേട്ടോ ഇത്. അതേപോലെ ഈ ഒരു ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ. പ്ലീസ് കമൻറ്റ് ചെയ്തേക്കുക ഒന്ന്. ഞാൻ എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചു തരാം കേട്ടോ ഇനി.